വിശ്വാസവചനങ്ങളാണ് പറഞ്ഞു തരുന്നത്. സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് അധ്വാനിച്ചവനാണ്, കർത്താവ് ഭാരം വഹിച്ചവനാണ്. കർത്താവ് അധ്വാനിച്ചത് നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. കർത്താവ് വഹിച്ച ഭാരം നമുക്ക് രക്ഷ നൽകുവാനായിട്ട് കുരിശിൻ്റെ ഭാരമാണ് കർത്താവ് വഹിച്ചത്. നമ്മുടെ പാപത്തിൻ്റെ ഭാരമാണ് അവിടുന്ന് വഹിച്ചത്. നമ്മൾ വഹിക്കേണ്ട ഭാരം എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായവയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ആ അപ്പം ഭക്ഷിക്കുന്നവനാണ് നിത്യജീവൻ ലഭിക്കുന്നത്. നമ്മൾ വഹിക്കേണ്ട ഭാരം എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ വഹിക്കേണ്ടത് വചനത്തിൻ്റെ ഭാരമാണ്. ഈ വചനം ഒരു നുകമായിട്ട് നമ്മുടെ കഴുത്തിൽ അണിയേണ്ടതാണ്. വചനം നമ്മുടെ കഴുത്തിൽ അണിയുമ്പോൾ വചനാധിഷ്ഠിത ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം, ഒരു മൃഗത്തിൻ്റെ കഴുത്തിൽ നുകം വയ്ക്കുമ്പോൾ ആ മൃഗത്തിന് പിന്നെ മുന്നോട്ടേ പോകുവാൻ സാധിക്കുകയുള്ളൂ. അതിന് വളഞ്ഞു തിരിഞ്ഞു പോകാൻ ഒരിക്കലും സാധിക്കുകയില്ല. അത് നേർവഴിയിലൂടെ സഞ്ചരിക്കും. നമ്മുടെ കഴുത്തിൽ വചനമാകുന്ന നുകമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നേർവഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വിലയിരുത്തുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത്, നമ്മൾ അധ്വാനിക്കുന്നത് ലോക വസ്തുക്കൾക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാം. പലപ്പോഴും അനശ്വരമായവയെ മുറുകെ പിടിക്കാതെ നശ്വരമായവയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഈ മനോഭാവത്തിന് വിടുതൽ ലഭിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. 1-ാമത്തെ വായന പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവർ കൂടുതൽ ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ 2 ആശ്വാസവചനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആഗമനകാലത്തിൽ നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൽ ആശ്രയിക്കുന്ന, കഴുത്തിൽ വചനത്തിൻ്റെ നുകം വെച്ച ഒരു ജീവിതമായിരിക്കട്ടെ നമ്മുടേത്. അതിൻ്റെ വിജയത്തിനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ, നേർവഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ഈ ദിവബലിയിൽ പ്രത്യേകം കർത്താവിൻ്റെ കൃപ യാചിക്കാം. വന്നുപോയ എല്ലാ കുറവുകളെയും ഓർത്ത്, വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചതിനെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിച്ച് അനുതപിച്ച് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ